ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാജിദാസ് ക്രിയേഷൻ. ഇന്ന് ഒരു ഷോൾ ഡിസൈനിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ 1-2 തവണ ഒരു ഷാൾ യൂസ് ചെയ്താൽ പിന്നീട് നമുക്കതൊരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിനെങ്ങനെ മേക്ക് ഓവർ ചെയ്യാമെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു ഷോൾ എടുത്തിട്ടുണ്ട്. കോട്ടൺ ടൈപ്പ് ഷോളാണിത്. അതുകൂടാതെ കുറച്ച് ഫ്ലവേഴ്സും വാങ്ങിയിട്ടുണ്ട്. ഒരു 11 ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് കുറച്ച് ബീഡ്സും ഞാനിതിന് യൂസ് ചെയ്യുന്നു. നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഫ്ലവേഴ്സ് ഞാൻ ക്ലോത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബീഡ്സ് നമുക്ക് തുന്നി തന്നെ കൊടുക്കാം. അതിന് ഞാൻ ഇതേപോലെ ഒരു ഈക്വൽ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഫ്ലവേഴ്സ് ഓരോ സ്ഥലത്തും വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിവശം ഒട്ടിച്ചു കൊടുക്കാൻ പാകത്തിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 4 ഫ്ലവേഴ്സാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ വെച്ച് നേരെ താഴെ അധികം ഗ്യാപ്പ് ഇടാതെയാണ് ഞാൻ മറ്റ് 3 ഫ്ലവേഴ്സ് കൂടി വെച്ച് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തൊട്ട് താഴെ നമുക്ക് 4 ഫ്ലവേഴ്സ് കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 11 ഫ്ലവേഴ്സും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ സെൻറ്ററിൽ ഒന്നായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നില്ല, നമുക്ക് ബീഡ്സ് തുന്നി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് ഞാൻ ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ സെൻറ്ററിൽ വെച്ച് തുന്നിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, കാരണം ഫ്ലവേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 24 മണിക്കൂർ നമ്മൾ വെക്കുന്നത് കറക്റ്റായി ഇത് ക്ലോത്തിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 24 മണിക്കൂർ നമ്മൾ ക്ലോത്ത് അനക്കാനൊന്നും പാടില്ല, എങ്കിൽ മാത്രമേ കറക്റ്റ് ഒട്ടി നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇവിടെ ഫ്ലവേഴ്സ് എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഓരോ ഫ്ലവേഴ്സും മാറ്റി അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഫ്ലവേഴ്സ് എവിടെയാണ് കറക്റ്റ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്ലോത്തിൽ ബീഡ്സ് വെച്ച് അതൊന്ന് തുന്നിക്കൊടുക്കാം. നമ്മൾ ഇതേപോലെ സൂചി ആദ്യം ക്ലോത്തിൻ്റെ അടിയിൽ കൂടി മുകളിലേക്ക് കൊണ്ടുവരാം. കണ്ടോ, ഇതേപോലെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. മുഴുവനായും നമ്മൾ വലിച്ചെടുക്കാൻ പാടില്ല, കുറച്ച് ബാലൻസ് വെക്കണം. തുന്നിക്കഴിഞ്ഞതിന് ശേഷം കെട്ടിട്ട് കൊടുക്കാനാണ് ഇതേപോലെ ബാലൻസ് വെക്കുന്നത്. നമുക്ക് സൂചിയിലൂടെ ബീഡ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറക്റ്റ് നമ്മൾ ബീഡിൻ്റെ സൈസ് അനുസരിച്ച് സൂചി താഴേക്ക് തന്നെ എടുക്കാം. കണ്ടോ, ഇതേപോലെ താഴേക്ക് കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. നമ്മുടെ നേരത്തെ ബാലൻസ് വെച്ച ആ നൂലും ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സൂചി കോർത്ത നൂലും തമ്മിൽ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമ്മൾ 2 കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ടതിന് ശേഷം ബാലൻസ് വരുന്ന നൂല് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ 2 നൂലും കൂട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നെക്സ്റ്റ് ബീഡും ഇതേപോലെ തന്നെ തുന്നിക്കൊടുക്കാം. കണ്ടോ, ഞാനിത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നത് ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് രണ്ടാമത്തെ ബീഡും തുന്നിക്കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. കൂടുതൽ പണിയൊന്നുമില്ല. പെട്ടെന്ന് നമുക്കൊരു ഷോളിനെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. പല റേറ്റിലും പല ക്വാളിറ്റിയിലുമുള്ള ഫ്ലവേഴ്സും ബീഡ്സും ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലവേഴ്സും ബീഡ്സും ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതേപോലെ ബാലൻസ് വന്ന എല്ലാ ബീഡ്സും വെച്ച് തുന്നിക്കൊടുക്കാം. കണ്ടോ, നമ്മൾ ഫ്ലവേഴ്സ് വെക്കാൻ മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഇതൊക്കെ തുന്നിക്കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ തന്നെയാണ്. നമുക്ക് ക്ലോത്തിലേക്ക് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം, റൗണ്ട് ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഫ്ലവറിൻ്റെ അടിവശം റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ അത് വളരെ പെട്ടെന്ന് ഇളകിപ്പോകുന്നു എന്ന് പലർക്കും സംശയമുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഇളകിപ്പോവുകയില്ല. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ കൊണ്ടുപോയി ഒട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഗ്ലൂ ഒന്ന് കുറച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് ഒട്ടിച്ചു കൊടുക്കാം. എങ്കിൽ പെട്ടെന്നൊന്നും ഇളകിപ്പോകില്ല. അതുകൂടാതെ 24 മണിക്കൂർ ഇത് ഉണങ്ങാൻ വിട്ടുകൊടുക്കുക. അതിനുശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ.
പിന്നീട് ശ്രദ്ധിക്കേണ്ടത് 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് വാഷ് ചെയ്യാൻ പാടുള്ളൂ. മെഷീൻ വാഷ് ചെയ്യാമെന്ന് ഈ ഗ്ലൂവിൻ്റെ പിറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യേണ്ട, നമ്മൾ നോർമൽ വാഷ് മാത്രം ചെയ്തെടുക്കാം. അതുകൂടാതെ 24 മണിക്കൂറിന് ശേഷം ഇതിൻ്റെ പിറക് വശം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. എങ്കിൽ ഇത് പെർഫെക്റ്റായി അവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ ലാസ്റ്റ് ഫ്ലവർ കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. നമ്മുടെ വർക്ക് ഇതോടുകൂടി പൂർത്തിയായി. നമ്മുടെ ഷോൾ നല്ല അടിപൊളി ഷോളായി മാറിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്. ബൈ ബൈ. ടേക്ക് കെയർ.